അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 30 തിങ്കളാഴ്ച. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വിവാദ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ നാളെ സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും. സർക്കാർ മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെയും മരുന്നിന്റെ ക്ഷാമവും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും അഭാവവും പരിഹരിക്കണമെന്നും ആരോഗ്യ മേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയും അനാസ്ഥയും അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രക്ഷോഭ പരിപാടികൾ നടത്തുന്നതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. സത്യസന്ധനായ കഠിനാധ്വാനിയായ ഡോക്ടറാണ് ഹാരിസ് ചിറക്കലെന്നും ഡോക്ടർ പറഞ്ഞത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്നും ഡോക്ടർ പറഞ്ഞതെല്ലാം അന്വേഷിക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്. നമ്മുടെ ആശുപത്രികളിൽ കൂടുതൽ തസ്തികകൾ അനുവദിച്ചിട്ടുണ്ടെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്നും 1600 കോടി ഒരു വർഷം സംസ്ഥാനം നൽകിയെന്നും മന്ത്രി വിശദീകരിച്ചു. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ വേറെ ആരോ ആണ് ഭരിക്കുന്നതെന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വാർത്ത വിവാദമായപ്പോഴാണ് മന്ത്രി വീണ ജോർജ് അറിഞ്ഞതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്നും പ്രതിപക്ഷം ആവർത്തിച്ചു പറഞ്ഞ കാര്യങ്ങളാണ് ഡോക്ടർ ഹാരിസ് തുറന്നു പറഞ്ഞതെന്നും VD സതീശൻ പറഞ്ഞു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇല്ലാതായി എന്നും അങ്ങനെ പല പദ്ധതികളും ഇല്ലാതായെന്നും VD സതീശൻ പറഞ്ഞു. ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലുകളെ തള്ളി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PK ജബ്ബാർ. യൂറോളജിയിലെ ഒരു പർച്ചേസ് ഓർഡർ ഫയലും കെട്ടിക്കിടക്കുന്നില്ലെന്നാണ് ഡോക്ടർ PK ജബ്ബാർ പറഞ്ഞത്. മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളില്ലെന്ന് ഒരു വർഷമായി പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും അറിയിച്ചിട്ടും നടപടിയില്ലെന്ന് ഇന്നലെയും ഡോക്ടർ ഹാരിസ് ആവർത്തിച്ചിരുന്നു. അലംഭാവത്തിന്റെയും കെടുകാര്യസ്ഥതയുടെയും കേന്ദ്രമായി സർക്കാർ മെഡിക്കൽ കോളേജുകൾ മാറിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ സ്ഥലമാറ്റത്തിൽ സുതാര്യതയില്ലെന്നും ഒഴിവുകൾ നികത്തുന്നില്ലെന്നും കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ ദയനീയമായ അവസ്ഥയാണിതെന്നും വേണുഗോപാൽ പറഞ്ഞു. പൊതുജനാരോഗ്യത്തെ സർക്കാർ തകർച്ചയിലേക്ക് നയിക്കുന്നുവെന്നും ഒരു ഡോക്ടർ ഗത്യന്തരമില്ലാതെയാണ് അത് പറഞ്ഞതെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. മെഡിക്കൽ കോളേജുകൾക്കുള്ള അടിസ്ഥാന സൌകര്യവും ചികിത്സാ സംവിധാനവും മെച്ചപ്പെടുത്താൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം ബജറ്റിൽ നീക്കിവെച്ച 401.24 കോടിയിൽ നിന്ന് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ 146.89 കോടി രൂപ വെട്ടിക്കുറച്ചെന്ന് റിപ്പോർട്ടുകൾ. ഇങ്ങനെ ഫണ്ട് കുത്തനെ കുറഞ്ഞതാണ് മെഡിക്കൽ കോളേജുകൾ നേരിടുന്ന പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണ സമിതിയെ നിയോഗിച്ച് ഉത്തരവിറങ്ങി. 4 പേരാണ് സമിതിയിലുള്ളത്. വെളിപ്പെടുത്തലിൽ സമഗ്ര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. റാഗിംഗ് തടയുന്നത് സംബന്ധിച്ച ചട്ടങ്ങൾ പാലിക്കാത്തതിന് 3 IIMകളും 4 IITകളും ഉൾപ്പെടെ രാജ്യത്തെ 89 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് UGC കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചതിൽ കേരളത്തിലെ 5 സ്ഥാപനങ്ങളും. കേരള കലാമണ്ഡലവും പാലക്കാട് IITയും തിരുവനന്തപുരത്തെ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയും മലപ്പുറത്തെ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയും കൊല്ലത്തെ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുമാണ് കേരളത്തിൽ നോട്ടീസ് ലഭിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ. 30 ദിവസത്തിനകം ചട്ടങ്ങൾ പാലിച്ചില്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ അംഗീകാരവും ഫണ്ടും പിൻവലിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ജൂൺ 9 അയച്ച കത്തിൽ UGC വ്യക്തമാക്കി. തീവണ്ടി പുറപ്പെടുന്നതിന് 8 മണിക്കൂർ മുൻപ് റിസർവേഷൻ ചാർട്ട് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ച് റെയിൽവേ. നിലവിൽ 4 മണിക്കൂർ മുൻപാണ് ചാർട്ട് തയ്യാറാക്കുന്നത്. അവസാന നിമിഷം ചാർട്ട് തയ്യാറാക്കുന്നത് കാരണം വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകാർ നേരിടുന്ന അനിശ്ചിതത്വം ഒഴിവാക്കുന്നതിനാണ് പുതിയ തീരുമാനം. അതേസമയം തീവണ്ടികളിലെ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ ബെർത്തിന്റെ എണ്ണത്തിന്റെ 25% വെട്ടിക്കുറച്ച നടപടി റെയിൽവേ ബോർഡ് പിൻവലിച്ചു. യാത്രക്കാരിൽ നിന്നും റെയിൽവേയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ 13 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി.
സെക്കൻഡിൽ 250 ഘനയടി വെള്ളം വീതമാണ് നിലവിൽ പുറത്തേക്ക് ഒഴുക്കിവിടുന്നതെന്ന് തമിഴ്നാട് അറിയിച്ചു. ജലനിരപ്പ് 136.25 അടിയിലേക്ക് ഉയർന്നതോടെയാണ് ഷട്ടറുകൾ തുറന്നത്. പെരിയാർ നദിയിലൂടെ ഒഴുകിയാണ് വെള്ളം ഇടുക്കി അണക്കെട്ടിൽ എത്തേണ്ടത്. പെരിയാറിൽ ജലനിരപ്പ് ഉയരുമെന്നതിനാൽ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ അവിവാഹിതരായ മാതാപിതാക്കൾ കൊലപ്പെടുത്തി കുഴിച്ചിട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടു. വിവാഹേതര ബന്ധത്തിലുണ്ടായ 2 കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടെന്നും അതിന്റെ അവശിഷ്ടങ്ങൾ തന്റെ കൈവശമുണ്ടെന്നും പറഞ്ഞ് തൃശൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഭവിൻ എന്ന യുവാവ് എത്തിയത് ശനിയാഴ്ച രാത്രിയാണ്. ബാഗുമായി എത്തിയ യുവാവിനെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് ഭവിനെയും അനീഷ എന്ന യുവതിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മകൾ അനീഷ ഭവിനുമായി 4 കൊല്ലമായി അടുപ്പത്തിലായിരുന്നുവെന്നും ഗർഭിണിയാണെന്ന് അറിയില്ലായിരുന്നുവെന്നും അനീഷയുടെ അമ്മ സുമതി. തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയ സംഭവത്തിലെ പ്രതികളിൽ ഒരാളാണ് അനീഷ. തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കൊന്നു കുഴിച്ചിട്ട സംഭവത്തിൽ അയൽവാസിയുടെ നിർണായക വെളിപ്പെടുത്തൽ. പോലീസ് കസ്റ്റഡിയിലുള്ള അനീഷ 3 കൊല്ലം മുൻപ് വീടിന് പിന്നിൽ കുഴിയെടുക്കുന്നത് കണ്ടിരുന്നുവെന്നാണ് അയൽവാസി ഗിരിജയുടെ വെളിപ്പെടുത്തൽ. അനീഷ ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ചെന്ന് പറയപ്പെടുന്ന സമയത്തായിരുന്നു സംഭവം. തൃശൂർ പുതുക്കാട് 2 നവജാത ശിശുക്കളെയും അമ്മ കൊലപ്പെടുത്തിയതെന്ന് എഫ്ഐആർ. 2021 നവംബർ 6-നാണ് അനീഷ ആദ്യ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്നത്. 2024 ഓഗസ്റ്റ് 29-ന് രണ്ടാമത്തെ കുഞ്ഞിനെയും അനീഷ കൊന്നുവെന്നാണ് എഫ്ഐആറിലുള്ളത്. പുതുക്കാട്ട് അവിവാഹിതരായ മാതാപിതാക്കൾ നവജാത ശിശുക്കളെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിൽ 12 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ്. കേസുമായി ബന്ധപ്പെട്ട് ആമ്പല്ലൂർ ചേനക്കാല ഭവിൻ, വെള്ളിക്കുളങ്ങര നൂലുവള്ളി മുല്ലക്കപ്പറമ്പിൽ അനീഷ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. ഗവർണറാണ് പ്രോട്ടോകോൾ ലംഘിച്ചതെന്നും ഭാരതാംബയെ വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടിക്കുമില്ലെന്നും 2 RSS പ്രവർത്തകരാണ് രാജ്ഭവനിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നും മന്ത്രി വി ശിവൻകുട്ടി. ഭരണഘടനാ പ്രകാരം സംസ്ഥാനത്തിന്റെ തലവനായ തന്നെ അപമാനിച്ചെന്നായിരുന്നു ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ വിമർശനം. എന്നാൽ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത മന്ത്രി എങ്ങനെയാണോ പെരുമാറേണ്ടത് അതാണ് ചെയ്തതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകിയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ നിരീക്ഷണം ചരിത്രപരമായി ശരിയായിരിക്കാമെന്നും ഭരണഘടന അംഗീകരിക്കുന്ന വേളയിൽ അതിന്റെ പോരായ്മയായി ഗോൾവാൾക്കർ അടക്കം ചൂണ്ടിക്കാട്ടിയത് അതിൽ മനുസ്മൃതിയുടേതായി ഒന്നുമില്ലെന്നാണെന്നും എന്നാൽ അക്കാലത്ത് നിന്ന് RSS ഏറെ മുന്നോട്ട് വന്നുകഴിഞ്ഞെന്നാണ് താൻ കരുതുന്നതെന്നും ശശി തരൂർ വ്യക്തമാക്കി. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വലത് മുന്നണി ജയിച്ചതേയുള്ളൂ. അപ്പോഴേക്കും കേരളത്തിലെ സർവ്വമത വിഷജീവികളും മാളം വിട്ട് പുറത്തുവന്ന് തിമിർത്താടുകയാണെന്നും ശ്രദ്ധിച്ചാൽ കേരളത്തിന് കൊള്ളാമെന്നും എഴുത്തുകാരൻ ബെന്യാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എഴുത്തുകാർ സാധാരണ പൌരന്മാരാണെന്നും അവർക്ക് ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യവും അനുവദിച്ചിരിക്കുന്ന എല്ലാ അവകാശങ്ങളുമുണ്ടെന്നും ബെന്യാമിൻ പറഞ്ഞു. അവർ രാഷ്ട്രീയം പറയും, വോട്ട് ചെയ്യും, വോട്ട് ചോദിക്കുമെന്നും ബെന്യാമിന്റെ പോസ്റ്റിലുണ്ട്. എഴുത്തുകാരുടെ രാഷ്ട്രീയം അവരുടെ സാഹിത്യത്തിൽ പ്രതിധ്വനിക്കുമെന്നും സ്വന്തം രാഷ്ട്രീയ കാഴ്ചപ്പാട് പരസ്യപ്പെടുത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് എഴുത്തുകാരാണെന്നും KR മീരയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. എഴുത്തുകാർ സ്വന്തം അഭിപ്രായം തുറന്നു പറയുന്നതിന്റെ പേരിൽ അധിക്ഷേപിക്കുന്നവർ ജനാധിപത്യ വിശ്വാസികളല്ലെന്നും KR മീര ചൂണ്ടിക്കാട്ടി. CPM സംസ്ഥാന കമ്മിറ്റിയിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ വിമർശിച്ചു എന്ന ആരോപണത്തിന് മറുപടിയുമായി മുതിർന്ന CPM നേതാവ് P ജയരാജൻ. വിമർശനവും സ്വയം വിമർശനവും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കില്ലാത്തതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളതുമായ ഒരു സവിശേഷതയാണെന്നും CPMനെ തകർക്കുകയാണ് വാർത്തകൾ കൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. സുരേഷ് ഗോപി നായകനായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന് പ്രദർശന അനുമതി നൽകാത്തതിൽ വിമർശനവുമായി സംഘപരിവാർ സംഘടനയായ തപസ്യ.
സെൻസർ ബോർഡ് നിലപാട് ബാലിശമാണെന്ന് കുറ്റപ്പെടുത്തിയ തപസ്യ ഇപ്പോൾ ഇത്തരമൊരു വിലക്ക് ഏർപ്പെടുത്താനുള്ള സാഹചര്യം എന്താണെന്ന് CBFC വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടു. കൺഗ്രാചുലേഷൻസ് മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് തറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFE പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ യുദ്ധവിമാനങ്ങൾ നഷ്ടമായെന്നും രാഷ്ട്രീയ നേതൃത്വം സൃഷ്ടിച്ച പരിമിതികളാണ് അതിന് കാരണമായതെന്നും ഇന്തോനേഷ്യയിലെ ഇന്ത്യയുടെ പ്രതിരോധ അറ്റാഷെയും നാവികസേനാ ക്യാപ്റ്റനുമായ ശിവകുമാർ. ജൂൺ 10 ഇന്തോനേഷ്യയിലെ സൂര്യധർമ്മ സർവകലാശാലയുടെ പ്രതിരോധ വിശകലന പരിപാടിയിലാണ് ശിവകുമാറിന്റെ വിവാദ പരാമർശം. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് രാജ്യത്തെ മോദി സർക്കാർ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നെന്നും പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന ആവശ്യം തള്ളിയതിന്റെ കാരണം ഇപ്പോൾ വ്യക്തമായെന്നും കോൺഗ്രസ് ആരോപിച്ചു. മൻ കി ബാത്തിൽ മൊറാർജി ദേശായിയുടെ സംഭാഷണം കേൾപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയവർ ഭരണഘടനയെ അട്ടിമറിക്കുക മാത്രമല്ല ജുഡീഷ്യൽ സംവിധാനത്തെയും നോക്കുകുത്തിയാക്കിയെന്നും എന്നാൽ ജനങ്ങൾ ജനാധിപത്യത്തെ പിന്നോട്ടു പോകാൻ അനുവദിച്ചില്ലെന്നും അവസാനം ജനങ്ങൾ തന്നെയാണ് ജയിച്ചതെന്നും അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടിയവരെ നിരന്തരം ഓർമ്മിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ വലിയ പങ്കാളിത്തമുണ്ടായി എന്നും കൈലാസ് മാനസരോവര യാത്ര ഏറെ നാളുകൾക്ക് ശേഷം പുനരാരംഭിക്കുന്നുവെന്നും എല്ലാ തീർത്ഥയാത്രികർക്കും ആശംസകളെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. SFIക്ക് പുതിയ നേതൃത്വം. SFI അഖിലേന്ത്യാ പ്രസിഡന്റായി ആദർശ് M സജിയെയും ജനറൽ സെക്രട്ടറിയായി ശ്രീജൻ ഭട്ടാചാര്യയെയും തെരഞ്ഞെടുത്തു. കോഴിക്കോട് നടന്ന അഖിലേന്ത്യാ സമ്മേളനത്തിൽ 87 അംഗ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തിരഞ്ഞെടുത്തു. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 3 മരണം, 50ഓളം പേർക്ക് പരിക്കേറ്റു. വിഗ്രഹങ്ങളുമായെത്തിയ രഥങ്ങൾ ശ്രീ ഗുംഡിച ക്ഷേത്രത്തിന് സമീപത്തെത്തിയപ്പോഴാണ് അപകടമുണ്ടായത്. തിക്കും തിരക്കും നിയന്ത്രിക്കുന്നതിൽ അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെന്ന് തീർത്ഥാടകർ ആരോപിച്ചു. മധ്യപ്രദേശിലെ 90 ഡിഗ്രി കോണിലുള്ള വിവാദ മേൽപ്പാല നിർമ്മാണത്തിൽ 7 എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്ത് സംസ്ഥാന സർക്കാർ. ഭോപ്പാൽ നഗരത്തിലെ ഐഷ്ബാഗ് മേഖലയിലെ പുതിയ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം വലിയ വിവാദമായതിന് പിന്നാലെയാണ് നടപടി. ഉദ്യോഗസ്ഥരുടെ ഗുരുതര വീഴ്ച നിർമ്മാണത്തിലുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതോടെയാണ് നടപടി. പാലം നിർമ്മിച്ച ഏജൻസിയെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. BJPയുടെ നോട്ടം ദില്ലി നിവാസികളുടെ ഭൂമിയിലാണെന്ന് അരവിന്ദ് കെജ്രിവാൾ. തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ഇക്കാര്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു. എവിടെ കുടിൽ അവിടെ വീടെന്നാണ് പ്രധാനമന്ത്രി നൽകിയ വാഗ്ദാനം. എന്നാൽ പാവപ്പെട്ടവരുടെ വീട് ഇടിച്ചു നിരത്തി തെരുവിലേക്ക് ഇറക്കി വിടുകയാണെന്നും എവിടെ കുടിൽ അവിടെ മൈതാനം എന്നതാണ് മോദിയുടെ വാഗ്ദാനത്തിന്റെ അർത്ഥമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്ന സംഭവത്തിൽ അട്ടിമറി ഉൾപ്പെടെ എല്ലാ വശങ്ങളെ സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ടെന്ന് കേന്ദ്ര വ്യോമയാന സഹമന്ത്രി മുരളീധർ മോഹോൾ. അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ കസ്റ്റഡിയിലാണ്. വിശദമായ പരിശോധനയ്ക്കായി ഇത് വിദേശത്തേക്ക് അയക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. കനത്ത മഴയെ തുടർന്ന് ഉത്തരാഖണ്ഡിലെ പ്രശസ്തമായ ചാർ ധാം യാത്ര നിർത്തിവച്ചു. 24 മണിക്കൂർ നേരത്തേക്കാണ് യാത്ര നിർത്തിവച്ചത്. ഉത്തരാഖണ്ഡിൽ തുടർച്ചയായി പെയ്യുന്ന മഴയെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. നിയമപാലകർ മാത്രം വിചാരിച്ചാൽ ബലാത്സംഗങ്ങൾ തടയാനാകില്ലെന്ന് മധ്യപ്രദേശ് DGP കൈലാഷ് മക്വാന. മൊബൈൽ ഫോണുകളിലൂടെയും ഇന്റർനെറ്റിലൂടെയും അനായാസേന ലഭ്യമാകുന്ന അശ്ലീല വീഡിയോകളും ചിത്രങ്ങളും സാമൂഹിക ധാർമ്മിക ച്യുതിക്ക് കാരണമാകുന്നുവെന്ന് DGP പറഞ്ഞു. ഇന്റർനെറ്റിലൂടെ ലഭ്യമായ അശ്ലീല ഉള്ളടക്കങ്ങൾ കുട്ടികളിൽ മാനസിക വൈകല്യം ഉളവാക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. മാലെ മഹാദേശ്വര കുന്നുകളിൽ ചത്ത നിലയിൽ കണ്ടെത്തിയ 5 കടുവകൾ മരിച്ചത് വിഷബാധയേറ്റെന്ന് പരിശോധനാ ഫലം. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പശുവിനെ കടുവ കൊലപ്പെടുത്തിയതിലുള്ള പ്രതികാരത്തെ തുടർന്നാണ് കടുവകളെ കൊലപ്പെടുത്തിയതെന്ന് അധികൃതർ പറഞ്ഞു. ജോയ് ഓഫ് ജ്വല്ലറി ഷോപ്പിംഗ്. ബിഗ്ഗസ്റ്റ് ജോയ് ഓഫ് ജ്വല്ലറി ഷോപ്പിംഗ് ഇത് ആരംഭിക്കുന്നു. എല്ലാ ആഭരണങ്ങളിലും നേടൂ പണിക്കൂലിയിൽ 50% വരെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട്. ഗോൾഡ്, ഡയമണ്ട്, പോൾക്കി, പ്രഷ്യസ് സ്റ്റോൺസ് ആഭരണങ്ങളുടെ ബിഗ്ഗസ്റ്റ് ആൻഡ് ബെസ്റ്റ് ചോയ്സ്. ജ്വല്ലറി ഷോപ്പിംഗിന്റെ യഥാർത്ഥ ആനന്ദം അനുഭവിച്ചറിയൂ. Joy Alucas, world's favorite jeweler. പാകിസ്ഥാനിൽ ഭൂചലനം. മധ്യ പാകിസ്ഥാനിലെ മുൾട്ടാനിൽ നിന്ന് ഏകദേശം 149 കിലോമീറ്റർ പടിഞ്ഞാറാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം.
റിക്ടർ സ്കെയിലിൽ 5.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഭൂചലനം ആഴം കുറഞ്ഞതാണെന്നും 10 കിലോമീറ്റർ താഴ്ചയിലാണെന്നും സ്ഥിരീകരിച്ചു. ഇറാനിൽ നടത്തിയ ആക്രമണങ്ങൾ തുടങ്ങിവച്ചതിന്റെ ഉത്തരവാദിത്വം അമേരിക്കയ്ക്കും ഇസ്രായേലിനുമാണെന്ന് അംഗീകരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയോട് ഇറാൻ. ഇറാനിൽ നടത്തിയ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അമേരിക്കയും ഇസ്രായേലും നഷ്ടപരിഹാരം നൽകണമെന്നും UN സെക്രട്ടറി ജനറലിന് അയച്ച കത്തിൽ ഇറാൻ വ്യക്തമാക്കി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളി അന്താരാഷ്ട്ര ആറ്റോമിക് എനർജി ഏജൻസി തലവൻ. ആണവ ബോംബ് നിർമ്മിക്കാൻ ഉതകുന്ന തലത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണം നടത്താൻ മാസങ്ങൾക്കുള്ളിൽ ഇറാന് ശേഷിയുണ്ടെന്നാണ് അന്താരാഷ്ട്ര ആറ്റോമിക് എനർജി ഏജൻസി മേധാവി റാഫേൽ ഗ്രോസി വിശദമാക്കുന്നത്. പൂർണ്ണമായി അല്ലെങ്കിലും സാരമായ കേടുപാടുകൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് സംഭവിച്ചതായി ട്രംപ് പറഞ്ഞിരുന്നു. ഇന്ത്യൻ പേസ് ബൌളർ യാഷ് ദയാൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതായി യുവതിയുടെ പരാതി. ഗാസിയാബാദിൽ നിന്നുള്ള യുവതിയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ താരം കൂടിയായ യാഷ് ദയാലിനെതിരെ പരാതി നൽകിയത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഓൺലൈൻ പരാതി പരിഹാര പോർട്ടലിലൂടെയാണ് പരാതി നൽകിയതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. AFC വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ ടൂർണമെന്റിൽ വിജയക്കുതിപ്പ് തുടർന്ന് ഇന്ത്യ. യോഗ്യതാ റൌണ്ടിലെ 2ാം മത്സരത്തിലും ഇന്ത്യ തകർപ്പൻ ജയം സ്വന്തമാക്കി. തിമോർ ലെഷ്തെയെ ഏകപക്ഷീയമായ 4 ഗോളുകൾക്കാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യ 70ാം സ്ഥാനത്തും ടിമോർ 158ാം സ്ഥാനത്തുമാണ്. ഈ ജയത്തോടെ ഗ്രൂപ്പിൽ ഇന്ത്യ തലപ്പത്തെത്തി. ആദ്യ കളിയിൽ ഇന്ത്യ മംഗോളിയയെ എതിരില്ലാത്ത 13 ഗോളിന് തകർത്തിരുന്നു. ഫിലാഡൽഫിയയിൽ നടക്കുന്ന ക്ലബ്ബ് ലോകകപ്പിലെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ PSG-യോട് ലയണൽ മെസ്സിയുടെ ഇന്റർ മയാമിക്ക് ഏകപക്ഷീയമായ 4 ഗോളുകളുടെ തോൽവി. ഇതോടെ ക്ലബ്ബ് ലോകകപ്പിൽ ഫ്രഞ്ച് വമ്പന്മാർ ക്വാർട്ടറിലേക്ക് മുന്നേറി. മെസ്സിയും സംഘവും പുറത്തായി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.